يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا يا أيها الذي نزل عليه الذكر إنك لمجنون. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വെടിയുന്ന മഹാവിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആലു യാസീൻ എന്ന് കേൾക്കാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഖുർആനിലെ ശ്രദ്ധേയമായ ഒരുപാട് ആശയങ്ങൾ കൊണ്ട് സമ്പന്നമായ അധ്യായമാണ് സൂറത്ത് യാസീൻ. യാസീൻ സൂറത്തിന് പ്രത്യേകമായിട്ട് സ്ഥാനങ്ങളൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളെല്ലാം ദുർബലമാണ്. ഖൽബുൽ ഖുർആൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, സ്വഹീഹല്ല. ഇഖ്റഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും, മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുക. ഇമാം നവവി, ഷറഫുദ്ദീൻ നവവി റഹിമഹുല്ലാ ആ ഹദീസിൻ്റെ സനദിൽ വഫീഹി മജ്ഹൂലാനി എന്ന് പറഞ്ഞതായി കാണാം. രണ്ട് അജ്ഞാതരായ ആളുകൾ അതിലുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് സ്വഹീഹല്ല. എന്നാൽ പ്രത്യേകത കൽപ്പിക്കപ്പെട്ട അധ്യായങ്ങൾ ഖുർആനിലുണ്ട്. സൂറത്തുൽ ബഖറ പോലെ, ഫാത്തിഹ പോലെ, സജ്ദ പോലെ, കഹ്ഫ് പോലെ ധാരാളം സൂറത്തുകൾ. എന്നാൽ അതിലൊന്നും സ്ഥാനം പിടിക്കാത്തൊരു അധ്യായമാണ് യാസീൻ. പക്ഷേ യാസീൻ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് ആശയങ്ങൾ, ശ്രദ്ധേയമായ വചനങ്ങൾ, മരണം, മരണാനന്തരം, വിശ്വാസം, ദഅവത്ത് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടെല്ലാം സമ്പന്നമാണ് ആ സൂറത്ത്. ആ അധ്യായത്തിലെ ഒരു കഥയാണ് ആലു യാസീൻ. കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത് മരണം വരെ മറക്കാത്ത രൂപത്തിൽ കൊത്തിവെക്കുക. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം, അദ്ദേഹത്തെക്കുറിച്ച് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജീവിച്ച നാളിൽ ജനങ്ങളോടകിലം നസീഹത്ത് കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹമെന്നാണ്. തീർന്നില്ല, മരണാനന്തരവും ജനങ്ങളോട് ഗുണകാംക്ഷയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അതെങ്ങനെയാ?
ജീവിച്ചിരിക്കുന്ന നാളിൽ മനുഷ്യരോട് ഗുണകാംക്ഷ കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. മരിച്ചതിന് ശേഷം എങ്ങനെയാണ് മനുഷ്യരോട് ഗുണകാംക്ഷയുള്ളവനാവുക? ഇൻഷാ അല്ലാഹ് എൻ്റെ സംസാരത്തിനിടയിൽ വരും. ശ്രദ്ധയോടെ കേൾക്കിട എന്നുണർത്തുകയാണ്. യാസീൻ സൂറത്തിലെ 13-ാമത്തെ ആയത്ത് മുതൽ ഏതാണ്ട് 30-ാമത്തെ വചനം വരെ ആലു യാസീനിൻ്റെ കഥയാണ്. അള്ളാഹു അധ്യായം തുടങ്ങുന്ന കഥ ഇങ്ങനെയാണ്: وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ. ഒരു നാട് അല്ലെങ്കിൽ ഒരു രാജ്യം, ആ രാജ്യത്തെക്കുറിച്ചുള്ള ഉദാഹരണം താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക നബിയെ. ഇത് ജാഅഹൽ മുർസലൂൻ, ആ നാട്ടിലേക്ക് ദൈവദൂതന്മാർ വന്നു എന്നാണ്. ഒരു നാട്ടിലേക്ക് ഒരു നബി വരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ നിഅമത്താണ്. ഒന്നിലധികം നബിമാർ വരിക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് വളരെ റയറായിട്ട് ചില നാട്ടുകാർക്ക് നൽകുന്ന അനുഗ്രഹമാണ്. പക്ഷേ ആ 2 പ്രവാചകന്മാരെ ഒരുമിച്ച് പറഞ്ഞയച്ചപ്പോൾ ആ സഹാബുൽ ഖറിയ, ആ നാട്ടുകാർ ഈ 2 നബിമാരെയും കളവാക്കി എന്നാണ് യാസീനിൽ പറയണത്. ആ സമയത്ത് കാരുണ്യവാനായ റബ്ബ് 2 ആളെ കിട്ടിയിട്ടും നിങ്ങൾ നിഷേധിക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിടികൂടിയില്ല. അള്ളാഹു ചെയ്തതെന്താ? إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. إذ أرسلنا إليهم 2 فكذبوهما, 2 ആളെയും നിഷേധിച്ച് തള്ളി ആദ്യത്തെ 2 ആളെ. فعززنا بثالث, 3-ാമത്തെ ഒരു പ്രവാചകനെ കൊണ്ട് ഞാൻ അവർക്ക് ഇസ്സത്ത് നൽകിയെന്നാണ്. പക്ഷേ ആ 3-ാമനെയും ആ നാട്ടുകാർ നിഷേധിച്ച് തള്ളി എന്നാണ്. ആധികാരികളായ ഗ്രാമവാസികൾ പറഞ്ഞ ഡയലോഗ്, ഈ പാവപ്പെട്ട നസീഹത്ത് മാത്രം കാത്തു സൂക്ഷിക്കുന്ന നബിമാരോട് അവർ പറഞ്ഞത്, ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ വമാ അൻസല അർറഹ്മാനു മിൻ ശൈഇ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാരല്ലേ? ഖാലൂ മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, ഞങ്ങളെപ്പോലത്തെ വെറും മനുഷ്യന്മാരാണ് നിങ്ങൾ. വമാ അൻസല അർറഹ്മാനു മിൻ ശൈഇ, റഹ്മാനായ റബ്ബിങ്കൽ എന്ന് ഒന്നും ഞങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് പറയല്ലേ. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ വെറും നുണയന്മാരാണ് അല്ലേ? വീണ്ടും പ്രവാചകന്മാർ അവർക്ക് നസീഹത്തോടെ മറുപടി കൊടുത്തു. പക്ഷെ വീണ്ടും ഈ ഗ്രാമവാസികൾ പറഞ്ഞെന്താണെന്നറിയോ? ഫഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഫഖാലൂ, ആ നാട്ടുകാർ പറയാണ്, ഇന്നാ തതയ്യർനാ ബികും, നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് ശകുനപ്പിഴയാണ്, കടന്നു പോവോ? നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാർക്ക് ശകുനപ്പിഴയാണ്. മാത്രമല്ല ലഇൻ ലം തൻതഹൂ, നിങ്ങളുടെ ഈ ദഅവത്ത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ നിർത്തിയില്ലെങ്കിൽ, അവസാനിപ്പിച്ചില്ല എങ്കിൽ ലനർജുമന്നകും. റജമ എന്ന് പറഞ്ഞ അറബി വാക്കിൻ്റെ അർത്ഥം എറിയ എന്ന് മാത്രമല്ല, എറിഞ്ഞ് കൊല്ലുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ ഞങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിക്കും, അതിൻ്റെ മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്നാ നാട്ടുകാർ പറയാൻ. പക്ഷെ അപ്പോഴൊന്നും കാരുണ്യവാനായ റബ്ബ് അവരെ പിടികൂടിയില്ല. വജാഅ മിൻ അഖ്സൽ മദീന وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين
ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. പട്ടണത്തിലാണ് നടക്കുന്നത്. അന്താക്കിയ പട്ടണം. മുഫസ്സിറുകൾ അങ്ങനെയാണ് പറഞ്ഞത്. ആ പട്ടണത്തിൻ്റെ കുറേ അപ്പുറത്തുനിന്ന് ഒരു പടുവായ, ഒരു പച്ചയായ, നബിയൊന്നുമല്ലാത്ത ഒരു മനുഷ്യൻ ഓടി വന്നു. എന്നിട്ട് ഈ ജനങ്ങളോട് പറഞ്ഞതെന്താ? ഇത്തബിഉൽ മുർസലീൻ, നിങ്ങളിവരെ പിൻപറ്റൂ. ഇത്തബിഉ മൻ ലാ യസ്അലുകും അജ്റ, നിങ്ങളെ ഇവർ വിളിക്കുന്ന മാർഗത്തിലേക്ക് ചെന്നാൽ ഒന്നും നിങ്ങളോട് ചോദിക്കണില്ലല്ലോ, സാമ്പത്തികമായിട്ടോ ഭൗതികമായിട്ടോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് വഹും മുഹ്തദൂൻ, അവരാകട്ടെ ഹിദായത്ത് കിട്ടിയ ആളുകളാണ്. ഈ മനുഷ്യനെ കുറേ ദഅവത്ത് നടത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, ഇദ്ദേഹമാണ് ആലു യാസീനിലെ പ്രധാന കഥാപാത്രം, പട്ടണത്തിൽ നിന്ന് ഓടി വന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫുൻ നജ്ജാർ എന്നാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. യൂസുഫുൻ നജ്ജാർ. ഈ യൂസുഫുൻ നജ്ജാറിനെ നാട്ടുകാരെന്താ ചെയ്തത്? കൊന്നുകളഞ്ഞു. എന്താണ് ആ നാട്ടുകാരുടെ മനുഷ്യൻ പറഞ്ഞത്? ഈ നബിമാരെ പിൻപറ്റൂ. നസീഹത്തോടെയാണ് പറഞ്ഞത്. ദഅവത്തിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരു വലിയ മാതൃകയാണ് ഈ കഥ. അദ്ദേഹത്തെ എങ്ങനെയാണ് കൊന്നതെന്ന് ഖുർആൻ പറയണില്ല. പക്ഷെ വ്യാഖ്യാതാക്കൾ പറയുന്ന ഭാഗത്ത് കാണാം, അദ്ദേഹത്തിൻ്റെ ചങ്കിലൂടെ കൂർത്ത കമ്പടിച്ച് കയറ്റിയെന്നാണ്. രക്തം ചീറ്റി അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതേ ആ കൂർത്ത കമ്പിൽ രണ്ട് സൈഡിലും പിടിച്ച് പൊക്കിയിട്ട് മതിൽ തറച്ചു എന്നാണ്. ആ മരിക്കുന്ന സമയത്ത് മരണമേറ്റുവാങ്ങി ഷഹീദിൻ്റെ പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സംസാരമാണ് ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ. ആ മനുഷ്യനോട് സ്വർഗത്ത് കിടക്കാൻ പറയാണ്. ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എന്നിട്ട് ആ സ്വർഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവ് എത്തിയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഗതം അതെന്താണ്? ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ, ഖാല യാ ലൈത ഖൗമീ യഅലമൂൻ. ഈ സമൂഹം ഞാൻ സ്വർഗത്തിലാണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ, അതാണ് പരലോകത്തെത്തിയിട്ടു നസീഹത്താണ്. ജീവിച്ചിരുന്നപ്പോഴും മരണാനന്തരവും ജനങ്ങളോട് നസീഹത്ത് കാണിച്ച ആളാണ് യൂസുഫുൻ നജ്ജാർ. അതാണ് ആലു യാസീനിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ഈ മനുഷ്യൻ വീണ്ടും പറഞ്ഞു അത്രേ, ആത്മാവിൻ്റെ ലോകത്ത് ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എനിക്കെൻ്റെ റബ്ബ് പുറത്തു തന്നു എന്നും എന്നെ മുക്രമീങ്ങളിൽ ഉൾപ്പെടുത്തി എന്നും ആ സമൂഹം അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇതാണ് യഥാർത്ഥ ദായി. തൻ്റെ എതിർചേരിയുള്ള ആൾക്കാർ രണ്ട് പരിഹാസ്യവാക്കുകൾ പറഞ്ഞപ്പോൾ അന്ന് മുതൽ ഓൻ നമ്മളെ ശത്രുവാണ്. അത് യഥാർത്ഥ ദായിൻ്റെ സ്വഭാവമല്ല. തനിക്ക് നസീഹത്ത് മാത്രം ഉദ്ദേശിച്ച് തൻ്റെ നാട്ടുകാരോട് ദീൻ പറഞ്ഞ മനുഷ്യനെ കൊന്നുകളഞ്ഞിട്ടും പരലോകത്തെത്തിയിട്ടും പറയണെന്താ? ഇതൊന്നും പോലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലാണെന്നാണ്. ഇതാണ് ആലു യാസീൻ. ഈ നാട്ടുകാരല്ല പിടികൂടുന്നുണ്ട് കേട്ടോ. സ്വൈഹത്തം വാഹിദ, അതിശക്തമായ ഒരു ഘോരമായ ശബ്ദത്തിലൂടെയാണ് അവരെ പിടികൂടിയത്. ഇദ്ദേഹത്തെക്കുറിച്ചാണ്, യൂസുഫ് നജ്ജാറിനെ കുറിച്ചാണ് ഹബീബുന വശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പറഞ്ഞത്, നസഹ ഖൗമഹു ഹയ്യം വമയ്യിത. തൻ്റെ ജനതയോട് ജീവിച്ചിരിക്കുമ്പോഴും മയ്യത്തായപ്പോഴും നസീഹത്തുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഖുത്ബ ഞാനൊരു 10 മിനിറ്റ് എടുത്തത് പറഞ്ഞെന്തിനാണെന്നറിയോ? എന്നിട്ടിത് തുടങ്ങിയത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന മുസ്ലിഹീങ്ങൾ ഒരു നാട്ടിലുണ്ട് എങ്കിൽ ആ മുസ്ലിഹീങ്ങൾ നാട്ടുകാരെല്ലാവരും തിന്മ ചെയ്യണവരാണെങ്കിൽ ആ നാട്ടുകാരെ മുഴുവൻ അല്ല പിടിച്ചാലും മുസ്ലിഹീങ്ങളെ മാത്രം അല്ല അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആ മുസ്ലിഹീങ്ങളിൽപ്പെട്ട ആളായിരുന്നു ആ 3 നബിമാരും. അവരിലേക്ക് പിന്നീട് അവരെ താങ്ങാൻ വേണ്ടി കടന്നു വന്ന യൂസുഫ് നജ്ജാറും എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ നാട്ടിൽ ശിക്ഷ ഉണ്ടാവില്ല. തൗഹീദുള്ള സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന നാട്ടിൽ ശിക്ഷയുണ്ടാകില്ല എന്നല്ല അല്ല പറഞ്ഞത്.
അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന മനുഷ്യന്മാരുള്ള നാട്ടിൽ അവർക്ക് പറയുന്ന പേരാണ് മുസ്ലിഹീങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ചിന്തിക്കുക, നമ്മൾ തൗഹീദ് ഉൾക്കൊണ്ടു, സുന്നത്ത് ഉൾക്കൊണ്ടു, പക്ഷേ അതിന് ശേഷമുള്ള പദവിയായ മുസ്ലിഹീങ്ങളിൽ നമ്മൾ ഉണ്ടോ എന്ന് ചിന്തിക്കാനാണ് ഇന്നത്തെ ഖുതുബ. ഖുർആനിൻ്റെ കൽപ്പന എന്താണ്? വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. വല്ല അക്രമവും നിമിത്തം തൻ്റെ റബ്ബ് രാജ്യങ്ങളെ നശിപ്പിക്കുകയുണ്ടായിട്ടില്ല, അവിടെ നല്ല ആളുകളുണ്ട് എങ്കിൽ എന്നാണ്. ശിക്ഷ ഇറങ്ങിയാലും നല്ലവരെന്ത് ചെയ്യൂല? അതും എങ്ങനെയുള്ള നല്ലവർ? താൻ അനുസരിച്ച് ജീവിക്കുന്ന ആദർശം സ്വന്തം ജീവിതത്തിലേക്ക് ഒതുങ്ങുക, അങ്ങനത്തെ പോലെയല്ല. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന, ലോകത്ത് ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന, ദഅവത്ത് നടത്തുന്ന ആളുകളെ, മുസ്ലിഹീങ്ങളെ അള്ള പിടികൂടില്ല എന്ന് സൂറത്തുൽ ഹൂദിൻ്റെ 117-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാം. ആലോചിക്ക്, ഒരു ലഘുലേഖയായി, ഒരു പോസ്റ്റർ പതിക്കലായി, അതുമല്ലെങ്കിൽ ഒരു പ്രഭാഷണമായി, ഒരു ക്ലാസ്സായി, ഒരു സാമ്പത്തികമായി, അല്ലെങ്കിൽ ഒരു വാക്കായി, മഹാവേദഗ്രന്ഥത്തിലെ വചനാമൃതങ്ങളിലെ ഏതായത്താണ് കിട്ടാത്ത കാതുകളിലേക്ക് നസീഹത്തോടെ എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ഈ പുരുഷായസിനിടയിൽ എന്ന് നമ്മൾ ആലോചിക്കണം. പക്ഷെ എന്തു വേണം? മേൽവിലാസം നമ്മൾ മുസ്ലിഹീങ്ങളാകണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവരുടെ പ്രത്യേകത എന്താ? അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്. സുബ്ഹാനല്ലാഹ്. അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്. ജനങ്ങൾ ഫസാദായി കേടുവന്ന് കെട്ടുകിടക്കുമ്പോൾ, അല്ലദീന യുസ്ലിഹൂന അന്നാസ്, ജനങ്ങളെ ആ കെട്ട തിന്മയിൽ നിന്ന് കൈപിടിച്ച് കരകയറ്റുന്നവരാണ് ആ മുസ്ലിഹീങ്ങൾ. മുത്തനബിയുടെ മറ്റൊരു റിവായത്തിൽ കാണാം, ഹുമുല്ലദീ യുസ്ലിഹൂന മാ അഫ്സദന്നാസ് മിൻ സുന്നതി. എൻ്റെ സുന്നത്തിൻ്റെ ജനങ്ങൾ കൈവെടിയുമ്പോൾ, സുന്നത്തിൽ നിന്ന്, ദീനിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുമ്പോൾ അവിടെ സുൽഹുണ്ടാക്കി ജനങ്ങളെ തിരിച്ചു വിളിക്കുന്നവരാരാണോ അവരാകുന്ന മുസ്ലിഹീങ്ങൾ എന്നാണ്. ചില ആളുകൾ ധാരണ എന്താ അറിയോ? ആദർശം കിട്ടി, അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തുമാറാകട്ടെ, അല്ലേ? അത് കൃത്യമായിട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. അങ്ങനത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? നന്നായാൽ പോരാ, നന്നാക്കുന്നവരാകണം എന്നാണ്. തെളിവ് പറയൂ ഉസ്താദേ. തെളിവ് കേട്ടോളി. തെളിവ് കേട്ടിട്ട് പിന്നെ പണിക്കണിലെ ഗൗരവം കൂടുതലാണ്. തെളിവ് കേട്ടിട്ടും പിന്നെ പണിക്ക് നിൽക്കുന്നില്ലെങ്കിൽ തൻ്റെതായ ലോകത്തേക്ക് ചുരുങ്ങിയാൽ കാര്യം ഗൗരവമാണ്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണയാണ് ആയിഷ ഉമ്മ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയെ, അനുഹ്ലികു വഫീന അസ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉണ്ടായിരിക്കെ ശിക്ഷ ഇറങ്ങുമോ? നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, നിന്നെ പേടിക്കുന്ന, ഇബാദത്തുകളിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കെ ഞങ്ങളിലേക്ക് ശിക്ഷ ഇറങ്ങുമോ? റസൂലുള്ളാഹി പറഞ്ഞെന്താ? നഅം. ലാ എന്നല്ല, നല്ലോരുണ്ടെങ്കിൽ അവിടെ ശിക്ഷ ഇറങ്ങൂല എന്നല്ല, അവിടെയും ശിക്ഷ ഇറങ്ങും. എന്നാൽ ശിക്ഷ ഇറങ്ങാത്ത ഈ നാട്ടിൽ നമ്മൾ സമൂഹത്തിൽ പലരും കുറ്റപ്പെടുത്തുന്ന ദായിമാരുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് ഫിത്നയുണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാ ഈ സമയമില്ലാത്ത നേരത്ത് ഇങ്ങനത്തെ പണിക്കിറങ്ങണത്? സമയമില്ലാത്തവരെന്നും പരലോക ജീവികളെന്നും ഫസാദിന്റെ ആളുകളെന്നും പുത്തംവാദികളെന്നും മഹല്ലിൽ നിന്ന് ആട്ടിയിറക്കേണ്ടവരെന്നും ആ പറഞ്ഞ് കളിയാക്കിയ ആളുകളാണ് നിന്റെ നാടിന്റെ സുരക്ഷ എന്ന് അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ. അവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി? വേറെ പണിയില്ലല്ലേ? ചില ആൾക്കാരെ ധാരണ എന്താ? ഓൽക്ക് വേറൊരു പണിയില്ലായിട്ടാണ് ഈ പണിക്കിറങ്ങണമെന്നാണ്. ആരാ ഈ പറയണത്? ഓലുണ്ടായോണ്ട് ഇവിടെ ഞെളിഞ്ഞ് നടക്കണമെന്നാണ് ഈ പറയണത്. ക്ഷമിക്കണം, നല്ലോണം ആലോചിച്ചു. സമൂഹത്തെ സമുദ്ധരിക്കുന്ന മുസ്ലിഹീങ്ങൾ, അവരെ അള്ളാഹു പ്രത്യേകം മോക്ഷത്തിലൂടെ, രക്ഷയിലൂടെ കൊണ്ടുപോകും. 2 ലോകത്ത് അള്ളാഹ് കൊടുക്കണം മെഗാ ഓഫറാണ്. നിസ്കരിക്കുന്നുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇതുണ്ടോ? അത് ആലോചിക്കാനാണ് പറയണത്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇത് കൊള്ളും, വേദനിക്കുമെന്ന് 100% ഉറപ്പുണ്ടായി. ഈ വിഷയം അങ്ങനെ ഉണ്ടാക്കും എനിക്ക് നല്ലോണം ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വേദനിക്കാൻ തന്നെയാണ് ഇത് പറയുന്നത്. അങ്ങനെ വേദനിക്കണേ എന്നാണ് എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് മാറി ചിന്തിക്കണം. എന്ത് പറഞ്ഞിട്ട് മാറി നിൽക്കണത്? ഏയ് അവിടെയൊക്കെ പ്രശ്നമല്ലേ? എന്നാൽ പ്രശ്നമില്ലാത്ത രംഗേതാണുള്ളത്? ഒന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. പ്രശ്നം ഉണ്ടാകണം, അല്ലെങ്കിൽ നബി അല്ലാതാവും. എന്താ പറഞ്ഞേ?
പ്രശ്നം ഉണ്ടാകണമെന്ന് മതരംഗത്തെ. ഇപ്പം നമ്മുടെ നബി അല്ലാതാവില്ലെങ്കിൽ, കാരണം നബി തങ്ങൾ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഉണ്ടാവുന്നു, അപ്പം ഉണ്ടാകണം. ഒരു പ്രശ്നമല്ലാതെ മുസ്ലിങ്ങളൊക്കെ ഐക്യത്തിൽ പോവുകയാണെങ്കിലോ നബിൻ്റെ പ്രവചനം തെറ്റും. മഅദല്ലാ. ഏതാ പ്രവചനം? ഈ ഉമ്മത്ത് കഷ്ണാവും. അതാ പ്രവചനം. കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. എത്ര ഹദീസുകളിൽ, എത്ര ഖുർആനിൻ്റെ ആയത്തുകളിൽ അവിടെ പറഞ്ഞെന്താ? അലൈക്കും ബിൽ ജമാഅ. അന്ത് സത്യത്തിൻ്റെ സംഘത്തിൻ്റെ കൂടെ കൂടിക്കോ. അതിപ്പോൾ ഏതാ ഉസ്താദേ ഈ സത്യം? അതിനുള്ള ബുദ്ധി എന്നതേ പഠിക്കുക. എനിക്ക് ടൈമില്ല. ശരി, പരലോകത്തുനിന്ന് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. വിശ്വാസികളെ എന്നുള്ള വിളി, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നുള്ള പ്രഖ്യാപനം. എന്നിട്ട് പറഞ്ഞു വകൂനൂ, നിങ്ങളായിത്തീരണേ മഅസ്വാദിഖീൻ. അല്ലേ? അൽഹംദുലില്ലാഹ്, നാട്ടിൽ കുറേ ദഅവത്തിൻ്റെ സംരംഭങ്ങൾ സജീവമാണ്. തിന്മയുടെ ആളുകളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴും അതിൽ ഞാനുണ്ടോ? ആ പെരുവെള്ളത്തിൽ ഒരു തുള്ളിയായി ഞാനുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു 3 കൂട്ടരെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം 2 മിനിറ്റ് തൊട്ട്. ഖുർആനാ പറയണത്, അല്ലാത്തൊരു വർത്താനം ഇവിടെ അല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അറാഫ് 163-ാമത്തെ ആയത്ത്. ഒരു വിഭാഗം ജനങ്ങളോട് അല്ലാഹ് പറഞ്ഞു, അല്ലേ, യൗമസ്സബത്തിന്റെ ദിനത്തിൽ നിങ്ങൾ മത്സ്യം പിടിക്കാൻ പാടില്ല. കേൾക്കാത്തവരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വെള്ളിയാഴ്ച ഇപ്പോൾ ജുമാക്ക് വന്നില്ലേ, അതേപോലെ ബനു ഇസ്രായേലിയർക്കുള്ള ആരാധനാ ദിവസം ശനിയാഴ്ചയായിരുന്നു. അപ്പം ശനിയാഴ്ച പള്ളിക്ക് വരുന്നില്ല കുറേ ആൾക്കാർ. എന്താ കാരണം? ഒരു ഐലാത്ത് പട്ടണത്തിലെ മുക്കുവന്മാരായിരുന്നു, മത്സ്യബന്ധന തൊഴിലാളികളാണ്. അപ്പോൾ ഓല അയിമങ്ങോട്ട് കൂടിയിട്ട് ജുമയൊന്നും വേണ്ട, ജോലി തിരക്കാണ് വലുത്. അപ്പം അല്ലാഹ് പറഞ്ഞു, ഞന്ന് മീൻ പിടിക്കണ്ട. അപ്പം കുറേ ആൾക്കാർ കേട്ടു, കുറേ ആൾക്കാർ ഇടങ്ങാറായിട്ടാണെങ്കിലും കേട്ടു, രണ്ടിൽ മനസ്സില്ല മനസ്സോടെ. ഖുർആൻ പറയാണ്, ഓല് ശനിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ അവർ മത്സ്യം പിടിക്കുന്ന കടലിലൂടെ മത്സ്യം ഇങ്ങനെ തുള്ളുന്നുണ്ടാവുന്നതാണ്. എന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിടിക്കാൻ പറ്റൂല. പരീക്ഷണമായിട്ട് അള്ളാഹു മത്സ്യങ്ങളെ പ്രദർശിപ്പിച്ചു കൊടുക്കും ശനിയാഴ്ച. അപ്പം അത് കണ്ടിട്ട് ഈമാൻ കുറഞ്ഞ മനുഷ്യന്മാരെന്താ ചെയ്തത്? നിങ്ങൾ ശനിയാഴ്ച കടലിൽ നിന്ന് അങ്ങോട്ട് രാവിലെ പോയിട്ട് ചാല് കീറിയിട്ട് ഒരു വലിയ കുഴി ഉണ്ടാക്കിയിട്ട് ട്രാപ്പിൽ പെടുത്തി. പിടിക്കണത് ഞായറാഴ്ച, ട്രാപ്പിൽ പെടുത്തി ശനിയാഴ്ച. ഇതിലിപ്പോൾ എന്താ നടന്നത്? ഇത് നമ്മളെ ഭാഷയിൽ പറയുന്ന പേരെന്താ? നിങ്ങൾ കുതന്ത്രം. ഈ കുതന്ത്രം അവിടെ നടന്നപ്പോൾ ഈ തോന്നിവാസം ചെയ്യുന്ന ആളുകളെ നന്നാക്കാൻ വേണ്ടി ആ നാട്ടിൽ കുറച്ച് മുസ്ലിഹീങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അതെല്ലായിടത്തും ഉണ്ടാവും കുറച്ച് ആൾക്കാർ. ഓലെ ഈ തോന്നിവാസം ചെയ്യുന്ന ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി പോയപ്പോൾ ഓലെ മുമ്പിലും കിട്ടും വിലങ്ങ് തടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കിട്ടാ അത് ഓല് പറഞ്ഞേക്കാതെ അല്ല പറഞ്ഞിട്ടില്ലേ, കാരണം പറഞ്ഞേക്കാതെ ചെയ്യണാണില്ലേ. അപ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഓരോട് വയത് പറയാൻ പോണത്? ഒരു മുക്ക് പള്ളിയിൽ ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ അങ്ങനത്തെ ടീമുണ്ടോ? നിങ്ങൾ എന്തിനാ അവിടെ പരിപാടി വെക്കണ വെക്കണുണ്ടോ? ഈ കൂട്ടത്തിൽ ഉണ്ടാ? എനിക്കറിഞ്ഞൂടാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പിന്നെ പ്രശ്നമല്ലല്ലോ. എന്താ പറയണത്? ആ സമൂഹത്തെ അല്ലാഹ് എന്നിട്ട് ഓല് പറയണം എന്താ അറിയോ? അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അല്ലാഹ് നശിപ്പിക്കാൻ പോകുന്ന വേദനാജനകമായ ശിക്ഷ ഇറക്കാൻ പോകുന്ന നാട്ടുകാരോട് നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന്? ഓലെന്താ ചെയ്യിക്കോട്ടെ, ഓലെന്താ ചെയ്യിക്കോട്ടെ. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന, ഇത് കുറച്ച് മുമ്പ് നടന്ന, നബിന്റെ മുമ്പ് നടന്നതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനത്തെ പിന്തിരിപ്പന്മാരായിരുന്നു. നിങ്ങൾ മുനാഫിഖീങ്ങളാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ഇങ്ങനെ ഇടങ്ങേറായിട്ട് പണിയെടുക്കാൻ പോകുമ്പോൾ മുനാഫിക്കുകൾ ചോദിക്കും, വെയിലല്ലേ എന്താ പറയാ, വെറുതെ ചൂട് കൊള്ളണോ? വെറുതെ അവിടെ പോയി മരിക്കണോ? ഇങ്ങോട്ട് പോന്നാണികളെ, ഞങ്ങളെ പോലെ വീട്ടിലിരിക്കുക. ആരാ പറയണ മസ്ജിദിന്റെ ബൈൽ നിസ്കരിക്കണം മുനാഫിക്ക്? എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് സഹാബികൾ തിരിച്ചു വരുമ്പോൾ പലരും ജീവനോടെ വരുന്നില്ല. പലർക്കും പല അവയവങ്ങളും പൂർണ്ണമായി തിരിച്ചു പോരുമ്പോൾ ഇല്ല. അപ്പോൾ ആ പോയപ്പോൾ പറഞ്ഞ മുനാഫിക്കുകൾ തിരിച്ചു വരുമ്പോൾ കണ്ട സഹാബികളോട് പറയണം, പറഞ്ഞതല്ലേ പോകണ്ട. അല്ലാഹ് പറഞ്ഞെന്താ? ഈ വിഡ്ഢികളായ മുനാഫിക്കുകൾ വിചാരിച്ചത് ഓല നിലപാടാ സത്യം എന്നാണ്. പക്ഷെ ആ പോയവർക്ക് കിട്ടിയ പ്രതിഫലത്തിൻ്റെ കനം ഇവർക്കറിയില്ലല്ലോ.
അല്ല പറഞ്ഞു, ഈ പറഞ്ഞില്ലടോ ഓലോട് അവിടെ പോയി മരിക്കണ്ടെന്ന്. മരിക്കാൻ യുദ്ധഭൂമിക്കൊന്നും പോണ്ടടോ. ഖുർആൻ പറയണം, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ബെഡിൽ നീണ്ടു നീർന്ന് കിടക്കുമ്പോഴും മരണം വരും. അപ്പം എന്തിനാണ് നിങ്ങളെ ഓല ഉപദേശിക്കാൻ പോണത് എന്ന് പറയുന്ന സമൂഹം അല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ല പറയണം, മുസ്ലിഹീങ്ങൾ പറഞ്ഞു ഇത്തരം നന്നാക്കാൻ പോണ ആൾക്കാരല്ലേ. ശരിയാണല്ലേ, ഓല ഏതായാലും ഇപ്പം അല്ല നശിപ്പിക്കല്ലേ, നമ്മളെന്ന് ഞാൻ അങ്ങോട്ട് പോകണമെന്നല്ല. ഇവർ പറഞ്ഞെന്താ അറിയോ? ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും. അവരന്തസ്സോടെ പറഞ്ഞു, ആ നാട്ടിലെ ദഅവത്ത് ചെയ്യുന്ന മുസ്ലിങ്ങൾ പറഞ്ഞു, എന്തുണ്ടാകട്ടെ, പരിഹാസങ്ങൾ എന്തുമാകട്ടെ, ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും. രക്ഷിതാവിൻ്റെ നാളെയുള്ള ആ കോടതിയിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സമയത്ത് ഒരു വേള റബ്ബിനോട് ഞങ്ങൾ ഇത് എത്തിച്ചു കൊടുത്തല്ലോ എന്നുള്ള ഒരു മഹാ പ്രഖ്യാപനം അവിടെ നടത്താലോ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു സൂക്ഷ്മത പാലിക്കുന്നവരായാലോ. ഇതിലിപ്പോൾ എത്ര ടീമുണ്ട്? 3 ആളാണ്. 3 ടീമുണ്ട്. ഏതൊക്കെയാ? ഒന്ന് കുറ്റം ചെയ്തവർ, 2 ആരാ? കുറ്റം ചെയ്തവരെ തിരുത്താൻ പോയവർ, 3 ആരാ? തിരുത്താൻ പോയവരെ പിന്തിരിപ്പിക്കാൻ പോയവർ. ഇതിലയിൽ നമ്മളുള്ളത് നാലോചിച്ചിട്ട് പോയാൽ മതി ഒരു മുക്ക് വള്ളിന്ന്. ഈ ഖുതുബ കേട്ട് ആലോചിച്ചിട്ട് ഇറങ്ങിയ മതി. ഇല്ലെങ്കിൽ കുപ്പായമിട്ടോ, ദഅവത്തിന്റെ മനസ്സുകൊണ്ട് ചെയ്യാറായിക്കോ, നാളെ സിറാത്ത് പാലം കിടക്കാൻ. എല്ലാ വെള്ളിയാഴ്ച ഖുതുബ ഇട്ടുകൊണ്ട് ആയിഷ് അത് നിർബന്ധമല്ലേ വരല്? അവിടെ കേൾക്കണതും പറയണത് എന്താ? അത് മണ്ടി കയറുന്നില്ല പല ആൾക്കാർക്കും. എന്താന്ന് അറിഞ്ഞൂടാ, ക്ലാവ് കെട്ടിക്കിടക്കുന്ന തലച്ചോറായി മാറുന്നു പല ആൾക്കാർക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഞാൻ എത്ര കനത്ത് പറഞ്ഞാലും സ്നേഹം മാത്രമേ മനസ്സിലുള്ളൂ. അങ്ങനെ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, ഖുർആൻ പറയാണ്, അള്ളാഹു ആ നാട്ടുകാരെ, അയലാത്ത് പട്ടണക്കാരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ഖുർആൻ നശിപ്പിച്ചു. സൂറത്ത് അറാഫ് വായിക്കൂ നിങ്ങൾ. ആ നശിപ്പിച്ച കൂട്ടത്തിൽ ആര് കൂടി ഉണ്ടായിരുന്നു എന്നറിയങ്ങൾ? ആര് കൂടി ഉണ്ടായിരുന്നു? എന്തിനാണ് നിങ്ങൾ അവരോട് വയൽ പറയാൻ പോണത്? ഓലും പെട്ടുന്ന. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേൾക്കേണ്ടത് കേൾക്കണ്ട? ഓലും പെട്ടു. നിങ്ങൾ എന്തിനാ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണത്? ഞാൻ അവിടെ എടുത്ത നല്ല ആള് നാട്ടിലത്തെ, ഞമ്മക്ക് ആരോടും പ്രശ്നമല്ല, നമ്മളിങ്ങനെ പോകും. ഓല് ശരിയല്ല എന്നാ ഖുർആൻ പറയണത്. ഓല് ശരിയായിരുന്നെങ്കിൽ കാരുണ്യവാനായ റബ്ബ് ഒരിക്കലും ആ അക്രമകാരികളെ നശിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇവരെ ചേർക്കില്ലായിരുന്നു കൂട്ടരെ. അത് ശരിയാണ് എൻ്റെ നിലപാടെന്നാണ് നിങ്ങൾ പറയണത്. അല്ല അക്രമം ചെയ്തു എന്ന് പറയേണ്ടി വരും. പിന്നെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. രക്ഷപ്പെട്ട ധാരാളികൾ മുസ്ലിഹീങ്ങളാണ്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായി ആൾക്കൂട്ടത്തിൽ ജീവിതം, സ്വന്തം കാര്യം ജീവിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഈ സംഭവം നമ്മെ അറിയിക്കുന്നത്. അല്ലേ? നമുക്ക് കൂടാം ദഅവ കൂട്ടായ്മകളുടെ കൂടെ. എന്തിനാ നമുക്ക് പറ്റുക? കസേര നിർത്താനാണോ? ഇറങ്ങേ, ആളെ കൂട്ടാനല്ല. അള്ളാന്റെ ദീനിക്ക് ആളെ കൂട്ടേണ്ട ആവശ്യം നമുക്കില്ല. ഒരു 10 ആൾ കൂടി വിചാരിക്കുക നമ്മളെ കൂട്ടത്തേക്ക്, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് ഉയരോ? നമ്മളൊക്കെ പാടെ ദീന് വലിച്ചെറിഞ്ഞാണ് പോയി, അള്ളാഹിൻ്റെ ഇസ്സത്ത് ഡൗൺ ആവോ? ഇല്ല. നമ്മക്ക് കിട്ടി. അപ്പിന പരിപാടിയാണിത്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം ആലോചിച്ചോളൂ. അല്ലേ? അള്ള തന്ന ജോലിയില്ലേ? അള്ള തന്ന കുടുംബല്ലേ? അള്ള തന്ന വണ്ടിയില്ലേ? അള്ള തന്ന ആഫിയത്തില്ലേ? ഹിദായത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യ. 2 കണ്ണും കാണാത്ത അബ്ദുല്ലാഹിന് ഉമ്മി മക്തൂം മുത്തുനബിനോട് വന്ന് പറഞ്ഞു, നബി, ഞാനും സായുധ സമര പോരാട്ടത്തിന് പോരട്ടെ. നിങ്ങൾക്ക് അതിന് കഴിയില്ല, നിങ്ങൾ മദീനയെ ശ്രദ്ധിക്കൂ, ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞു. ഓഫർ കിട്ടിയില്ല നബിൻ്റെ കാലത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ചോദിച്ചു, കിട്ടിയില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കാല് പിടിച്ച് ചോദിച്ചു, ഞാനും പോരട്ടെ. ഉമർ തങ്ങളോട് ഒരു ഡയലോഗ് കൂടി കൂട്ടി പറഞ്ഞു, നിങ്ങളെക്കാളൊരു പോസിറ്റീവ് എനിക്കുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം ജന്മന അന്ധനാണ് കൂട്ടരെ. ആ സമയത്ത് ഉമർ ഖത്താബ് ചോദിച്ചു, ഞങ്ങളെക്കാൾ എന്ത് പോസിറ്റീവ് അങ്ങക്കുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമായ മറുപടിയാണ്. എന്താ പറഞ്ഞതറിയോ? യുദ്ധഭൂമിയിൽ ശത്രു അമ്പ് വിടുമ്പോൾ, കുന്തമെയ്യുമ്പോൾ, വാളുകൊണ്ട് വെട്ടുമ്പോൾ, ആയുധങ്ങൾ നിങ്ങളിലേക്ക് നേരെ ചൂണ്ടുമ്പോൾ നിങ്ങൾ പേടിച്ച് മാറിക്കും. കണ്ണുള്ളോലാണ് നിങ്ങൾ. ഞാൻ മാറിക്കൂല, കാരണം എനിക്ക് കാണൂല. ഈ നിലപാടിന് എന്ത് പേരാ കൊടുക്കുക? നമുക്ക് വേറെ ലോകമുണ്ടോ? സഹാബികൾ വേറെ ലോകത്ത്, നമ്മൾ വേറെ ലോകത്ത് അല്ല. എല്ലാവരും ചെന്ന് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണ്.
2 പരിപാടി വെക്കുമ്പോഴേക്ക് 2 വിജ്ഞാനവേദി വെക്കുമ്പോഴേക്ക് എല്ലാം ആയോ? ഇല്ല. സഹോദരങ്ങളെ, നാട്ടിൽ ഇപ്പം നോക്ക് നിങ്ങൾ, RSSകാരുടെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ശക്തികളുടെ എല്ലാ തിന്മകളും അവരിങ്ങനെ ദ്രംഷ്ട കാട്ടി, എന്താ പറയുക, ഫണം വിടർത്തി ആടുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മളിതൊക്കെ നിർത്തി വീട്ടിലിരിക്കണമെന്നാ? അല്ല. ബുദ്ധിയുള്ളവൻ എന്താ ചിന്തിക്കറിയോ? ദൗത്യം ഇനിയും ഒരുപാട് താണ്ടാനുണ്ടെന്നാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് പലരും ഈ തിന്മയിലേക്ക് എത്തിപ്പെടുന്നത്. 20 കൊല്ലമാണത്രേ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലും മദീനയിലുമായി പീഡനം അനുഭവിച്ചത്. 20 കൊല്ലം. ഏതാണ് 20 കൊല്ലം? മക്കത്തെ 13ഉം മദീനയിലെ 7 കൊല്ലവും. ബദറും ഉഹദും ഖന്തക്കും ഈ 7 മദീനയിലെ 7 കൊല്ലത്തിനിടക്കുണ്ടായതാണ്. അപ്പോൾ ഈ 13ൻ്റെ കൂടങ്ങൾ 7 കൂടി കൂട്ടിക്കോ. 20 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിൻ്റെ വഴിയിൽ പ്രതിസന്ധികൾ അനുഭവിച്ച് ജീവിച്ചു. മക്കത്തെ ജീവിക്കാൻ കഴിയാതായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തായിഫക്ക് പോയി. അവിടുന്ന് അതിനേക്കാളും വലിയ ഇടങ്ങേറ്, മുറിവായി തിരിച്ചു വന്ന് മക്കയിലേക്ക്. എവിടേക്കാണ് വരാനുള്ളത്? ആട്ടിവിട്ട നാട്ടിലേക്ക് തന്നെ. എങ്ങനെ ജീവിക്കും? അള്ളാഹിൻ്റെ ആയത്തിറങ്ങി, ആദർശമാണ് വലുത്, നാടല്ല, വിട്ടോ ഇതിന് പറ്റുന്ന നാട്ടിലേക്ക്. അങ്ങനെയാണ് മദീനയിലേക്ക് പോയത്. മദീനയിലെത്തിയിട്ട് മക്കക്കാർ വെറുതെ വിട്ടോ? ബദറുണ്ടായത് എങ്ങനെയാ? മദീനത്തുനിന്ന. ഉഹദുണ്ടായത് എവിടുന്ന? മദീനത്തുനിന്ന. ഖന്തക്കുണ്ടായത് എവിടുന്ന? മദീനത്തുനിന്ന. ഇതിൻ്റെയൊക്കെ പിന്നിലാരാ? മദീനക്കാരല്ല, മക്കക്കാരാണ്. ദാറുന്നദവയിൽ മുഹമ്മദ് ജീവിച്ചിരിക്കാൻ പാടില്ല. പക്ഷേ സംഭവിച്ചതെന്താ? മക്കം ഫത്തഹ് സംഭവിച്ചു. ഹിജറ 8 എന്താ സംഭവിച്ചത്? നാട്ടിലുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. അപ്പം ഈ പ്രയാസത്തിൻ്റെ അപ്പുറത്ത് എളുപ്പം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ദഅവത്തിൻ്റെ അപ്പുറത്ത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി ആയത്ത് കൂടി പറഞ്ഞ് എൻ്റെ ആദ്യത്തെ ഖുത്ബയുടെ പാർട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതാണ് ആയത്ത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ കഅബയുടെ ചുറ്റും അധികാരികളും പ്രമാണിമാരും ഇങ്ങനെ ചുറ്റി നിൽക്കാൻ, നബിയെ പരിഹസിക്കാനും കളിയാക്കാനും. അള്ളാഹിൻ്റെ റസൂല് കഅബയുടെ സമീപത്തിലൂടെ നടന്നു പോകുമ്പോൾ അവർ റസൂലുള്ളാഹിയോട് പറയാണ്, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ. മക്കാമുശ്രിക്കുകളുടെ വാക്കാണത്. ദിക്ർ അവതരിപ്പിക്കപ്പെട്ടവനെ എന്നാണ്. വിശുദ്ധ ഖുർആനാണ് ദിക്ർ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവനെ എന്ന് നബിയെ വിളിക്കും. അള്ളാഹിൻ്റെ റസൂൽ എന്ത് മനസ്സോടെ എത്ര തിരിയെന്നറിയോ? അൽഹംദുലില്ലാ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവരെ എന്നവർ സമ്മതിച്ചല്ലോ, അവർ നന്നായോ എന്ന് വിചാരിച്ച റസൂൽ അവരിലേക്ക് തിരിയുമ്പോൾ ഉടനടി അവർ പറയും, ഇന്നക ലമജ്നൂൻ, ഇന്നക ലമജ്നൂൻ, ഓ മുഹമ്മദേ നീ ഭ്രാന്തനാണ്. എന്തിനു വല്ലത് വിളിച്ചത്? നബി തിരിയുമ്പോൾ ട്രോളാൻ. ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു തരി മണൽ നമ്മളിലേക്കൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും അതിശക്തമായി ആലോചിക്കേണ്ട സംഗതിയാണ്. ദാറുന്നദവിയിൽ വന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? നാട് കടത്തണം, ബന്ദിയാക്കണം, കൊന്നുകളയണം, ഇതൊക്കെയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രജ്ഞാനിയായ റബ്ബ് അവർ രക്ഷപ്പെടുത്തി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്കൊക്കെ ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ്. മരണവുമായി ബന്ധപ്പെട്ടൊരു വാക്ക് പറയുമ്പോൾ ഓടി വരുന്നത് പുതിയ വാർത്തയാണ്, അല്ലേ? ഏതാണത്? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹാജിമാരായി കടന്നുപോയ, സിയാറക്ക് പോയ ഹൈദരാബാദുകാരായ 43 പേരുടെ മരണം. നസ്രുദ്ദീൻ എന്ന് പറയുന്ന ഹൈദരാബാദുകാരൻ്റെ മക്കളും പേരക്കുട്ടികളുമായിട്ട് 18 പേരാണ് ഒരു കുടുംബത്തിൽ നിന്ന് കത്തിച്ചാമ്പലായത്. അവർ വിചാരിച്ചിരുന്നു തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ യാത്രയാണിതെന്ന്. പക്ഷെ പുതിയ മനസ്സുകൾ പ്രത്യേകത എന്താ വെച്ചാൽ മനുഷ്യ മനസ്സുകളൊന്നും ഉണരുന്നില്ലല്ലോ എന്നുള്ളതാണ്. എന്ത് കേട്ടാലും എല്ലാം കേട്ട് മനസ്സ് മരവിച്ചു പോയൊരു കാലഘട്ടത്തിലാണുള്ളത്. 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഖബറെന്ന് പറയുന്ന ലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സുഖമായി കിടക്കാനാണ് ഏറ്റവും വലിയ ഓഫറിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണർത്തിയത്. എവിടെയെങ്കിലും മാനസികമായി നിങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ നസീഹത്ത് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് മാത്രം ഉണർത്തുകയാണ്. അള്ളാഹു നല്ല കാര്യങ്ങൾ നല്ലതായി മനസ്സിലാക്കുവാനും നല്ലതാണെന്ന് മനസ്സിലായാൽ ജീവിതത്തിൽ അത് പകർത്താനും മഹത്തായ ഈമാനിനെ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹുമ്മ
സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തന്നെ 20 കൊല്ലം ദ്രോഹിച്ചെങ്കിലും മുത്തുനബിയുടെ മനസ്സെന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ 2-3 സ്ഥലത്ത് പറയുന്നുണ്ട്, വമാ അക്സറുന്നാസ് വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ഖുർആനിൻ്റെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 103-ാമത്തെ വലിയ ആയത്തിലെ ഒരു ചെറിയ ഭാഗം. എന്താ അല്ലാഹ് പറഞ്ഞത്? നബിയെ, താങ്കൾ അതിയായി ആഗ്രഹിച്ചാലും വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, അധികം ആളുകൾ വിശ്വസിക്കൂല നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും. ആ പ്രയോഗം എന്താണ്? വലൗ ഹറസ്ത എന്നാണ്. ഹിർസ് എന്നുള്ള അറബി വാക്കിൻ്റെ അർത്ഥം എന്താ പറയുക? അഗാധമായ ഡെപ്തിൽ കൊണ്ട ആഗ്രഹം. നമുക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കിട്ടണം നമ്മൾ ആഗ്രഹിക്കൂലേ? ആ ഒരു ആഗ്രഹമാണ് വെച്ച് പുലർത്തിയത് തൻ്റെ സമുദായം നന്നായിരുന്നെങ്കിലെന്ന്. ഏത് സമുദായത്തെക്കുറിച്ചാണ് ഈ ആഗ്രഹിക്കുന്നത്? തന്നെ പ്രയാസപ്പെടുത്തിയ, തൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയ സമൂഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്. നബിയെ, നിങ്ങളങ്ങനെ കുറേ ആഗ്രഹിച്ചത് കൊണ്ട് എല്ലാവരും മുഅ്മിനായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരൊക്കെ അപ്പോഴും നന്നാകണം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ആലു യാസീനിലെ യൂസുഫ് നജ്ജാർ എന്താ വിചാരിച്ചത്? ഇവരൊന്നറിഞ്ഞിരുന്നെങ്കിൽ. മുത്തുനബി ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴെന്താ ചിന്തിച്ചത്? ഇവരൊന്ന് നന്നായിരുന്നെങ്കിൽ. ഇതാണ് ദായി. ഇത് ഒന്നും കണ്ട് പറയുമ്പോഴേക്ക് അപ്പറേക്ക് ചീത്ത വിളിച്ചാലേ ഓൻ ദായി അല്ല, ഓൻ ലാലിമാണ്. സമൂഹത്തിന് ദുൽമുണ്ടാക്കുന്നവരാണ്. നമ്മുടെ സംസാരങ്ങളും ഇടപെടലുകളുമൊക്കെ സമൂഹത്തിന് എഫക്റ്റ് ചെയ്യണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ആത്മഹത്യക്ക് ഒരുങ്ങിയിട്ടില്ലേ? അങ്ങനെയുണ്ടോ ഖുർആനിൽ? സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സൂറത്ത് കഹ്ഫ് എന്ന് വെള്ളിയാഴ്ചയല്ലേ? ആ സൂറത്തിൻ്റെ 6-ാമത്തെ ആയത്ത് എന്താ? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. കണ്ടാ? നബിയെ, ഈ സന്ദേശം അവർ വിശ്വസിച്ചില്ലെങ്കിൽ താങ്കൾ ജീവൻ നഷ്ടപ്പെടുത്തി കളയുമോ എന്നുവരെ ചിന്തിച്ചു പോകുന്നുവല്ലേ? അങ്ങനെ ചിന്തിച്ചപ്പോൾ പ്രവാചകനോടല്ല പറഞ്ഞത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. നബിയെ, ദുനിയാവിലെ ജീവിതം അലങ്കാരമാണ് നബിയെ. സമ്പത്ത്, തറവാട്, ജോലി, തൻ്റെ മക്കൾ, തൻ്റെ സ്ഥാനമാനങ്ങൾ, തൻ്റെ ഈ ആർഭാടങ്ങളും പടപളപ്പുകളൊക്കെ ദുനിയാവിൻ്റെ സീനത്താണ്, ദുനിയാവിൻ്റെ അലങ്കാരമാണ് അല്ലേ? ഒരുപക്ഷേ ഈ മിമ്പറിൽ തന്നെ ഈ ഉള്ളവൻ എത്രയോ തവണ ഓതിക്കേൽപ്പിച്ച നമുക്കൊക്കെ കാണാതെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ അസ്ർ. സൂറത്തുൽ അസ്റിൻ്റെ തഫ്സീർ വായിക്കുമ്പോഴേ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ആ സൂറത്തിനെ കുറിച്ച് പറഞ്ഞെന്താ? ഖുർആനിൽ 114 സൂറത്തുണ്ട് അല്ലേ? അതിലൊരു അധ്യായമാണത്. ഈ 114 അധ്യായത്തിൽ സൂറത്തുൽ അസ്ർ അല്ലാത്ത ഏത് അധ്യായങ്ങൾ അവതരിച്ചിട്ടില്ലായിരുന്നെങ്കിലും അസർ സൂറത്ത് തന്നെ മതിയാകുമായിരുന്നു എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അത്രത്തോളം അർത്ഥസമ്പുഷ്ടമായ അധ്യായം. 4 വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുക, സൽക്രമങ്ങൾ ചെയ്യുക, നന്മ കൊണ്ട് കൽപ്പിക്കുക, അതിലൂടെ വരുന്ന പ്രയാസങ്ങളെ സഹിക്കുക. ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് തഫ്സീർ സഅദിയിൽ കാണാം, ഫബിൽ അംറൈനിൽ അവ്വലൈൻ യുകമ്മിലുൽ അബ്ദു നഫ്സ. 4 ആദ്യത്തെ 2 സ്വന്തത്തിനുള്ളതാ. ഏതാണ് ആ 4 ആദ്യത്തെ 2? വിശ്വസിക്കുക, സൽക്രമങ്ങൾ ചെയ്യുക, സ്വന്തം ബാധ്യതയാണ്. എന്നിട്ട് മുഫസ്സിറുകൾ പറയുകയാണ്, വബിൽ അംറൈനിൽ അഖീറൈനി യുകമ്മിലു ഗൈറ. അവസാനത്തെ 2 സമൂഹത്തിൻ്റെ മേൽ നിന്റെ നിർബന്ധ ഉത്തരവാദിത്തമാണ്. അതേത്? വത്തവാസൗ ബിൽ ഹഖി വത്തവാസൗ ബിസ്സബ്ർ. അതാണ് അവസാനത്തെ 2. നന്മ കൊണ്ട്, സത്യം കൊണ്ട് കൽപ്പിക്കുക, അതാണ് ദഅവത്ത്. അള്ളാഹിൻ്റെ റസൂല് അറഫ മൈതാനിയിൽ പറഞ്ഞു, ബല്യു അന്നി വലുവായ. ഒരായത്ത് നിങ്ങൾക്ക് കിട്ടിയുണ്ടേക്കുന്നത് അത് എത്തിക്കുമെന്ന് പറഞ്ഞത്. സഹാബികൾ അതിനെങ്ങനെ എത്തിച്ചു കൊടുത്തേ? നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. അൺബിലീവബിൾ. അങ്ങനത്തെ ഒരു ജീവിതം. ഒട്ടകം എങ്ങോട്ടാണോ തിരിഞ്ഞത്, കുതിര എങ്ങോട്ടാണോ തിരിഞ്ഞത്, അങ്ങോട്ട് പോയി എന്നാണ്.
ഞാൻ ഒറ്റ ചിന്തിക്കുന്ന ബുദ്ധികളോടൊരു പോയിന്റ് പറയാം. ലോകത്തെ ഏറ്റവും നിസ്കരിച്ച കൂലി കിട്ടുന്ന പള്ളി ഏതാ? നിങ്ങളുടെ മനസ്സിക്ക് മസ്ജിദുൽ ഹറാം വന്നിട്ടുണ്ടാവും അല്ലേ? മക്കത്തെ പള്ളിയല്ലേ? പിന്നെ ഏതാ പള്ളി? മദീനത്തെ പള്ളിയാ. ഈ രണ്ട് പവിത്രമായ പള്ളികളെ നാട്ടിൽ ജീവിച്ചവരാണ് സഹാബികൾ. ഒരു നാട് വിട്ടു പോയോ? പോയി. എങ്ങോട്ടാ പോയത്? ആഫ്രിക്ക ലക്ഷ്യമാക്കി പോയവരുണ്ട്. ലോകത്തിൻ്റെ പല ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വരെ സഹാബികൾ എത്തിയില്ലേ? ഓലന്ന് ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാ? അല്ല, കപ്പലങ്ങോട്ട് വിട്ടു, എത്തിയോടത്തങ്ങോട്ട് പോയി. ലക്ഷക്കണക്കിന് സഹാബികളുണ്ട്. പക്ഷെ ബക്കിയിൽ എത്ര സഹാബികളുള്ളത്? 10,000-ൻ്റെ അടുത്ത സഹാബികളാണ്. ബാക്കിയൊക്കെ എവിടെ പോയി? ദൈവത്തിന് പോയി. എവിടുന്ന്? ഏറ്റവും കൂലി കിട്ടുന്ന പള്ളിയുള്ള നാട്ടിൽ നിന്ന്. അപ്പം ഏറ്റവും കൂലി ഏതാ? ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ പറഞ്ഞിട്ട് മണ്ടി കയറുന്നില്ലേ? നമ്മൾ എന്തിനാ പിന്നെ വെള്ളിയാഴ്ച ഖുത്ബക്ക് വരുന്നതും നന്മകൾ ചെയ്യണതും? അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് മുത്തിൻ്റെ പിന്നെ പ്രാർത്ഥന വേണോ? എനിക്ക് വേണോ? അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, റഹിമല്ലാഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ നമുക്ക് വേണ്ടിയിട്ട്. ആർക്ക്? ദഅവത്തിന് വേണ്ടി ഏതെങ്കിലും നിലക്ക് ഇറങ്ങണോലെ കുറിച്ച് പറയാം. റഹിമല്ലാഹ് പറയല്ലോ ഉസ്താദേ, ദുആ ചെയ്യണേ. നിങ്ങൾ ഉംറക്ക് പോവുകയാണ് അടുത്ത ആഴ്ച, ആ കാബൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കണേ പറയില്ലേ? എന്നാൽ പ്രാർത്ഥിക്കുന്ന ആൾ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യനായാലോ? എന്താ പ്രാർത്ഥന? റഹിമല്ലാഹ്. ആർക്കാണ് കരുണ ചെയ്യട്ടെ എന്ന് അന്ന് പ്രാർത്ഥിച്ചത്? ആർക്കാ? ഇംറഉൻ, ഒരാൾക്ക്. ആരാണ് അയാൾ? സമിഅ മിന്നി ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു ഗൈറഹു. എന്നിൽ നിന്നുള്ളൊരു ഹദീസ് കേട്ട്, എൻ്റെ ഒരു പ്രവാചക വചനം കേട്ട്, ഒരു ഖുർആനിൻ്റെ വചനം കേട്ട് അതിനെ കൃത്യമായി കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവനാരാണോ അവൻ എൻ്റെ പ്രാർത്ഥനയുണ്ട്. നബി പ്രാർത്ഥിച്ചോലൊന്നും നിരാശപ്പെട്ടിട്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അള്ളാൻ്റെ മാർഗത്തിൽ. വീടിന് വേണ്ടി നീ അധ്വാനിക്കുന്നില്ലേ മോനെ? എത്ര കഷ്ടപ്പാട് നടത്തുന്നുണ്ട് സഹോദരി നിൻ്റെ വീട്ടിൽ. ഇതൊക്കെ സ്വന്തത്തിന് വേണ്ടിയാണ്, കുടുംബക്കാർക്ക് വേണ്ടിയാണ്. നിന്നെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചെടുത്ത രേതസ്കണമായി അല്ലേ, ഓംനിയോ കോട്ടിക് കാവിറ്റി എന്ന് പറയുന്ന ശക്തമായ പാടക്കുള്ളിൽ നിന്നെ ഉണ്ടാക്കിയെടുത്ത ആ റബ്ബി ഇവിടെ എത്തിച്ചിട്ട് ആ റബ്ബിന് വേണ്ടി അവൻ്റെ മാർഗത്തിൽ നീ എന്ത് ചെയ്തു? മുത്തുനബിയെ പരിഹസിക്കുന്ന ട്രോളന്മാർ അധികരിച്ചു വരുന്ന കാലഘട്ടം, എത്തിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഇസ്ലാമിൻ്റെ വിരോധികളും എണ്ണം കൂടി വരുന്ന കാലഘട്ടത്തിൽ അതിനെതിരെ വിരൽ ചൂണ്ടാൻ, ആശയപരമായി സംവദിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ ഉണ്ടായിട്ടുണ്ടോ? അതല്ല അവർക്കെതിരെ കുറ്റം പറയാനുണ്ടായിക്കണത്? നല്ലോണം ആലോചിക്കുക സഹോദരങ്ങൾ. ആ ഒരു മഹാചിന്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ട് തന്നുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തെ വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതിനെ നല്ലതായി മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഈമാനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇറങ്ങിത്തിരിക്കാനുള്ള മാനസികമായ ഈമാനിനെ അള്ളാഹു ഉപരിലോകത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ക്യാൻസർ രോഗികളുണ്ട് ആ കൂട്ടത്തിൽ. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. വേറെയും രോഗങ്ങളുമായി ശാരീരിക വിഷമതകളുമായി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ കൂട്ടത്തിലുണ്ടാകാം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള സന്തോഷകരമായ ജീവിതം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ബഹുമാനനായ നമ്മുടെ പള്ളിയുടെ എല്ലാ നിലക്കും നോക്കി നടത്തുന്ന ബഹുമാനായ കീംച്ചയുടെ മാതാവിൻ്റെ മരണം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ആ ഉമ്മ ഇന്ന് ആറടി മണ്ണിലാണ്. അവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ റഹീംച്ചയുടെ പിതാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ മരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടക്കുകയുണ്ടായി. അവരുടെ ഖബറിടവും അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതും പറയാത്തവരുമായ ധാരാളം ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർ. അവർക്കെല്ലാം അല്ലാഹു, മുഅ്മിനീങ്ങളായ ആളുകൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു അവർക്കെല്ലാം കടക്കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അനുഭവിക്കുന്ന മാനസികമായ പ്രയാസങ്ങൾക്കെല്ലാം നിർഭയത്വവും സമാധാനവും പകരം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജോലിയിലും അള്ളാഹു നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും
അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് റബ്ബിലേക്ക് മടങ്ങുന്ന യഥാർത്ഥ വിജയികളിൽ, ഭാഗ്യവാന്മാരിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.